ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷാ തീയതി വന്നു അല്ലേ? അപ്പോൾ നമുക്കറിയാം 2 ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിമിനറി എക്സാം ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസ് എക്സാം ഉണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമുക്കറിയാം 423/2025 അല്ലേ, ഈ കാറ്റഗറി നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് കേട്ടോ. 2026 ജൂലൈ ടു സെപ്റ്റംബർ, ആ ഒരു മാസങ്ങൾക്കിടയിലാണ് ഇത് നടക്കുന്നത്, പ്രിലിമിനറി എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ മെയിൻസ് വരുന്നത് ഒക്ടോബർ ടു ഡിസംബർ. അപ്പം നമുക്കറിയാം ഏകദേശം ഒരു 6 മാസം നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ ഒരു 6 മാസമുണ്ട്. പക്ഷേ ഓർക്കുക, നമ്മളെപ്പോഴും പഠിക്കാൻ നേരത്ത് മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. കാരണം നമുക്ക് പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബറിൽ തന്നെ എന്തുണ്ടാവും, നമ്മുടെ മെയിൻസ് എക്സാം ഉണ്ടാവും. അപ്പോൾ അധികം ടൈം നമ്മുടെ മുന്നിലില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ നേരത്ത് എപ്പോഴും മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ തവണത്തെ ലേറ്റസ്റ്റ് അഡ്വൈസ് നോക്കാം. ഇതിൻ്റെ നിയമന നില എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്കറിയാം അല്ലേ, നമ്മുടെ പഠനത്തിനൊക്കെ ഒരു ഊർജ്ജം നൽകുന്നത് ഈ അഡ്വൈസ്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ലേറ്റസ്റ്റ് അഡ്വൈസ് എത്രയാണ് പോയിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 27/12/2025 ഡിസംബർ 27 തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇപ്പോൾ എത്ര പേര് വന്നിട്ടുണ്ട്? 2572 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓർക്കുക, 2572 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമുക്കറിയാം, നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ പോകുന്ന, അതായത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജോലി ഉറപ്പിക്കാം അല്ലേ. കാരണം നല്ല രീതിയിലുള്ള അഡ്വൈസ് പോയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, എപ്പോഴും നമ്മൾ പഠിക്കാൻ നേരത്ത് നല്ല രീതിയിൽ അഡ്വൈസൊക്കെ പോയിട്ടുള്ള കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കണം അല്ലേ. അങ്ങനെ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കുക, ഏകദേശം 2500 മുകളിൽ തന്നെ എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതെപ്പോഴും മൈൻഡിൽ വെക്കുക, നമ്മൾ അതനുസരിച്ച് തന്നെ പഠിക്കുക. കാരണം അടുത്ത വർഷം നമുക്കും ഇതുപോലെ അഡ്വൈസ് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആവേശത്തോടെ കൂടി തന്നെ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഏകദേശം 2 ഘട്ടമായിട്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം അറിയാം. പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ മെയിൻസ് എക്സാം. നമുക്കറിയാം ഏകദേശം ഒരു 76.67 ഒക്കെ ആയിരുന്നു ഇത് നമ്മുടെ പ്രിലിമിനറി എക്സാം മെയിൻസ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓർക്കുക, ഒരു 76.67 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പ്രിലിമിനറിക്ക് ഏകദേശം ഒരു 75 ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഒരു 70 മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഏകദേശം നമ്മളൊരു 80 മാർക്കൊക്കെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് വേണം നമ്മുടെ പ്രിപ്പറേഷൻ. ഓർക്കുക, നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക. കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. വീണ്ടും പറയുന്നു, ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ പഠനമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഓർക്കുക, നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാമാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് കട്ട് ഓഫും മൈൻഡിൽ വെക്കുക കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 80 മാർക്കെങ്കിലും അടിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. അതുപോലെ ഓർക്കുക, നമ്മുടെ മിൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഇതിലെ ലൈവ് ക്ലാസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, ബുക്സ്, ടെസ്റ്റ് സീരീസ് എല്ലാം അവൈലബിൾ ആണ്. ഓർക്കുക, നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് നമ്മൾ റിവിഷൻ കൊടുക്കുക. അതുപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകളും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓർക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ വർഷം നമ്മുടെ ആകട്ടെ എന്നുള്ള ഉറപ്പോടു കൂടി തന്നെ എല്ലാവരും മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടക്കട്ടെ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.